ഇതൊരു തംബ്നെയിലിന് വേണ്ടി എങ്ങനെ തംബ്നെയിൽ റെഡി. ഹായ്, സോ ഇന്നത്തെ വീഡിയോ നൈക്ക പർച്ചേസ് നൈക്ക ഹോളിൻ്റെ വീഡിയോ ആണ്. ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിയത് സെറാമിക് മോച്ചി ടോണർ. ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റയിലെല്ലാം ഭയങ്കര വൈറലായാണ്. അപ്പോൾ ഞാൻ എന്താണ് ഇത്ര ഹൈപ്പ് എന്ന് അറിയാൻ വേണ്ടി വാങ്ങിയത്. അപ്പോൾ സെറാമൈഡ് കണ്ടെയ്നിങ് നൗറിഷിങ് ടോണറാണ്. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡ്രൈ സ്കിന്നിന് ഇത് കുറച്ച് നല്ല ടോണറാണ്. ഇതിനു മുമ്പ് ഞാനൊരു എസ്എൻസി പെപ്പാട്രോണിക് എന്ന് പറഞ്ഞ ടോണർ യൂസ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ കുറച്ചൊരു ഡ്രൈയിങ് ആയിട്ടാണ് തോന്നി. പക്ഷെ ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ സൈസും ഉണ്ട് 900 രൂപീസിന് 100 ml എന്തോ. അത് ട്രൈ ചെയ്യണമെന്നുള്ളവർക്ക് ആ ഒരു സൈസിലുള്ളത് വാങ്ങി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം ഇതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഡവിൻ്റെ പൊമോഗ്രനേറ്റ് എക്സ്ഫോളിയൻ്റ് ബോഡി പോളിഷ് സ്ക്രബാണ്. കുറേ നാളായിട്ട് വാങ്ങണം വിചാരിച്ചിട്ട് ഉള്ളൊരു സ്ക്രബാണ് ഇത്. പക്ഷെ എപ്പോൾ നോക്കിയാലും സ്റ്റോക്ക് ഔട്ട് ആവും, അല്ലെങ്കിൽ പ്രൈസ് കുറച്ച് കൂടുതൽ. അപ്പോൾ ചെറിയൊരു ഓഫറിന് ഇത് കിട്ടി. പക്ഷെ ഇതിലും ചെറിയ ഓഫറിൽ മിന്ത്രയിലും ആമസോണിലും കിട്ടും. ഇതിപ്പം നൈക സെയിൽ സമ്മർ പർച്ചേസ് സെയിൽ ആയതുകൊണ്ട് എനിക്കൊരു എത്രയാണെന്നോ ഡിസ്കൗണ്ട് ഓർമ്മയില്ല, ഒരു നല്ലൊരു റേറ്റിന് കിട്ടിയതുകൊണ്ട് വാങ്ങിയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്തു, ഇഷ്ടപ്പെട്ടു. എൻ്റേത് കുറച്ച് ഡ്രൈ സ്കിന്നാണ്. അപ്പം സ്ക്രബ് കുറച്ചുകൂടി നല്ല മോയ്സ്ചറൈസിങ് സ്ക്രബ്. അപ്പം ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വേറെയും വേരിയൻസ് ഉണ്ട്, പക്ഷേ ഇതാണ് ഞാനിങ്ങനെ കുറച്ച് ഹൈപ്ഡായി കണ്ട ഇത് പൊമോഗ്രനേറ്റിൻ്റെ. അപ്പം എല്ലാവർക്കും ഇതും ട്രൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഡവിൻ്റെ ഹെയർ മാസ്ക് 10-in-1 ഡീപ്പ് റിപ്പയർ ട്രീറ്റ്മെൻറ്റ് മാസ്ക്. എൻ്റെ ഹെയർ ഭയങ്കര ഡാമേജും ഭയങ്കര ഡ്രൈ ആണ്. ഓയിൽ തേച്ചില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ, ഇങ്ങനെ പാറി നിൽക്കും, ലൈക്ക് ബേബി ഹെയർസ് എല്ലാം. അപ്പോൾ തേയ്മേയം ഭയങ്കര പാടാണ്. ആ ഹെയർ ഓയിൽ യൂസ് ചെയ്യും എപ്പോൾ കുളിക്കുമ്പോൾ, ആ ഒരു രീതിയിൽ. അപ്പം അതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കി. ഒരു തവണ ഞാൻ യൂസ് ചെയ്തു, കുളിച്ച ആ ഒരു സമയം നല്ല ഡ്രൈ ആണ്. മേ ബി ഞാൻ കുറേ മിനിറ്റ് ഇതിൽ പറയുന്ന റെക്കമെൻഡ് ചെയ്ത അത്രയും മിനിറ്റ് ഞാൻ അത് വെച്ചില്ല. ഞാൻ ജസ്റ്റ് കണ്ടീഷണർ പോലെ തേച്ചു കഴുകി, അതുകൊണ്ടായിരിക്കാം. എനിവേ ഇത് കുറേ പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയ മാസ്കാണ്. ഡെയിലി കൺസിസ്റ്റൻ്റ് യൂസ് ഇല്ല. അപ്പം ഡാമേജഡ് ഫ്രിസി ഹെയറിന് ഒന്ന് നൗറിഷ് ചെയ്യുന്ന ഒരു ഹെയർ മാസ്കാണ് ഡവിൻ്റെ ഈ ഒരു മാസ്ക്. അപ്പം നിങ്ങൾക്ക് ഇതും ട്രൈ ചെയ്യാം. ഇതിന് ചെറിയ സൈസും ഉണ്ട്. ഞാൻ ഓഫർ ഉള്ളതുകൊണ്ട് ഇത് രണ്ടും ഇതിൻ്റെ ആക്ച്വൽ സൈസിൽ തന്നെ വാങ്ങി. അപ്പം കുറേ നാൾ യൂസ് ചെയ്യാമല്ലോ. നെക്സ്റ്റ് വൺ മസ്കാര, ലാക്മീൻ്റെ കേളിംഗ് മസ്കാര. ഇതിന് മുമ്പ് ഞാൻ മാർസിൻ്റെ ഒരു മസ്കാരയായിരുന്നു വാങ്ങിയത്. നല്ല മസ്കാരയാണ് അത്. പക്ഷേ എനിക്ക് എന്താ പറയുക, ഭയങ്കര ക്ലംബി ആയിട്ട് തോന്നി. റിമൂവ് ചെയ്യാനും ലാഷസ് ഫോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് അതുപോലെയാണോ എന്ന് എനിക്കറിയില്ല. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, കേൾ മസ്കാരയാണ് ഇത്. അപ്പം ഇന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് നാച്ചുറലി ഐലാഷ് ഉണ്ട്, അതുകൊണ്ട് വോളിമൈസിങ് മസ്കാര ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ജസ്റ്റ് കേൾ ചെയ്യാനായിരുന്നു എൻ്റെ റിക്വയർമെൻറ്റ്. അപ്പോൾ ഈ ഒരു മസ്കാര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ റേറ്റിനായിരുന്നു കിട്ടിയത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് 400, 399 ആണ്. പക്ഷേ ഓഫറുള്ള സമയം വാങ്ങിയതായിരുന്നു. ഇപ്പം ലാക്മിയുടെ മസ്കാര, പിന്നെ വാസ്ലിൻ. എല്ലാ ഹൈപ്ഡ് ഇൻസ്റ്റാ പ്രോഡക്റ്റ്, അതായത് ഇൻഫ്ലുവൻസഡ് പ്രോഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, ആവശ്യമുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എൻ്റെ ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ട് ഇത് വാങ്ങുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി. വാസ്ലിൻ സിറമിൻ ലോഷൻ, ഗ്ലൂട്ടാഹയ ലോഷനാണ്, സിറം ബേസ്ഡ് ലോഷനാണ്. ചിലർക്ക് ഇത് അത്ര വലിയ മോയ്സ്ചറൈസിങ് റിസൾട്ടൊന്നും ഇല്ല. പക്ഷെ ഞാൻ എന്തായാലും എനിക്ക് അങ്ങനത്തേതാണ് ഇഷ്ടം. എനിക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓയിലി ഗ്രീസി ഫീലിംഗ് ഇഷ്ടമല്ല. എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെ കിടക്കണം, പക്ഷെ അത് റിപ്പയർ ചെയ്യുകയും ചെയ്യണം. അപ്പം അങ്ങനെയുള്ള ഒരാളായതുകൊണ്ട് എനിക്കിത് നന്നായിട്ട് തോന്നി. ഞാൻ ഇത് യൂസ് ചെയ്തു. ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസിങ് ലോഷനാണ്. അപ്പം ഡ്രൈ സ്കിൻ ലൈറ്റ് വെയ്റ്റ് ലോഷൻ വേണമെന്നുള്ളവർക്ക് വാസ്ലിൻ്റെ ഈ ഇത് ചെയ്യാം. ഇതിൻ്റെ വേറെയും വേരിയൻസ് ഉണ്ട്. ഞാൻ ഇതാണ് വാങ്ങിയത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. പിന്നെ മാർസിൻ്റെ ലിക്വിഡ് ഇങ്ക് ഐലൈനർ
സോ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റയിൽ അഫ്രീൻ്റെ സ്റ്റോറിയിൽ ഞാൻ ഇൻസ്റ്റയിൽ അഫ്രീൻ്റെ സ്റ്റോറിയിൽ കണ്ടിട്ട് വാങ്ങിയത്. അഫ്രീക്ക് ഫേവറേറ്റ് ഐലൈനർ എന്ന് പറഞ്ഞിട്ട് അഫ്രീൻ്റെ വീഡിയോസ് കാണുമ്പോൾ നല്ല വിങ് ഐലൈനർ ആണല്ലോ. അപ്പം അഫ്രീ റെക്കമെൻഡ് ചെയ്ത് കണ്ടു. അപ്പം അത് മാത്രമല്ല, ഞാൻ റെഡിറ്റ് ഇങ്ങനെ ഫോളോ ചെയ്യാറുണ്ട്. അപ്പം റെഡിറ്റിലും കുറേ പേരുടെ ഫേവറേറ്റ് ഐലൈനറാണ് ഈ ഒരു മാസിൻ്റെ ഇങ്ക് ലിക്വിഡ് ഐലൈനർ. ഇതെനിക്ക് അടിപൊളിയായി തോന്നി. സാധാരണ ഐലൈനർ ലിക്വിഡ് ഐലൈനർ പോലെ അല്ല, ഇതിൻ്റെ ആപ്ലിക്കേറ്റർ നല്ല അടിപൊളിയാണ്. ഇനി ഡ്രൈ ആവാതെ സൂക്ഷിക്കണം, ബിക്കോസ് എൻ്റെ എല്ലാ ലിക്വിഡ് ഐലൈനറും ഒന്നെങ്കിൽ ക്യാപ്പ് മിസ്പ്ലേസ്ഡ് ആയിട്ട് ഡ്രൈ ആയിട്ട് പോവും, അങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്യാറില്ല. ഇതെന്തായാലും സൂക്ഷിച്ച് ഉപയോഗിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് റെക്കമെൻഡ് ചെയ്യും. ഇഫ് യു ആർ എൻ ഐലൈനർ ഗേൾ യു ക്യാൻ യൂസ് ദിസ്. നെക്സ്റ്റ് സെയിം തിങ്, ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് സെറാവേൻ്റെ ഒരു മോയ്സ്ചറൈസർ ഞാൻ വാങ്ങിയിട്ടുണ്ട്. മോയ്സ്ചറൈസിങ് ക്രീമാണ്, ചെറിയ സൈസ് വാങ്ങിയിട്ടുള്ളൂ. യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാൽ വലിയ ഇത് കണ്ടിന്യൂ ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഒരു കൊല്ലത്തോളമായിട്ട് സ്കിൻ കെയർ ചെയ്യാറില്ല. സ്കിൻ കെയർ ബ്രേക്കായി. കല്യാണത്തിന് ശേഷം ഞാൻ ജസ്റ്റ് സൺസ്ക്രീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്കിൻ കെയർ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, സ്കിൻ കെയർ റൂട്ടീൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നല്ല ബ്രാൻഡിൻ്റെ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് സെറാവേൻ്റെ മോയ്സ്ചറൈസർ വാങ്ങിയിട്ടുള്ളത്. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട്, സ്റ്റിൽ നല്ല റിസൾട്ടുള്ള നല്ല ബ്രാൻഡാണ്. അപ്പം സെറാവേൻ്റെ മോയ്സ്ചറൈസർ ഇത് വാങ്ങിയപ്പോൾ ഇതിൻ്റെ കൂടെ സാമ്പിൾ ഇതിൻ്റെ സെയിം സാധനത്തിൻ്റെ സാമ്പിൾ സാഷേ ഫ്രീ ഉണ്ടായിരുന്നു 7 ml. അപ്പോൾ ഇത് യൂസ് ചെയ്തു, കൊള്ളാം. പക്ഷെ എനിക്കത് സ്വെറ്റിംഗ് ആയിട്ട് തോന്നി. മേ ബി ഇത് കുറച്ച് ഹെവി ആയ കാരണം. അപ്പം എമൗണ്ട് കുറച്ചിട്ട് യൂസ് ചെയ്ത് നോക്കാം. നല്ലതാണിത്. നെക്സ്റ്റ് എനിക്ക് റെറ്റിനോളും കൂടെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. റെറ്റിനോൾ ഓൾറെഡി ഞാൻ യൂസ് ചെയ്ത ആളായിരുന്നു, പക്ഷെ എക്സ്പയർഡ് ആയി. ഞാൻ ഫോക്സ്റ്റേൻ്റെ ഒരു റെറ്റിനോൾ ഡീകൺസ്ട്രക്റ്റിൻ്റെ എല്ലാം യൂസ് ചെയ്തു. അപ്പോൾ അതൊക്കെ എക്സ്പയർഡ് ആയതുകൊണ്ട് ഡിസ്കാർഡ് ചെയ്തു. അപ്പം ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന കാരണം ഞാൻ ചെറിയ റെറ്റിനോൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഈ കോൺഷ്യസ് കെമിക്സിൻ്റെ ദ ഡിഫെൻഡർ പെപ്റ്റൈഡ് റെറ്റിനോൾ നൈറ്റ് ക്രീം. ഇപ്പോൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം, ബിഗിനർ ഫ്രണ്ട്ലി. അപ്പം ഇതും ചെറിയ സൈസേ യൂസ് ചെയ്തിട്ടുള്ളൂ, നമുക്ക് സ്യൂട്ട് ആവോ ഇല്ലയോ എന്നറിയില്ലല്ലോ. അപ്പോൾ ഈ സൈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഉള്ള ലനേജ് ഗ്ലോയി ലിപ് ബാം ബെറി ഫ്രൂട്ട്സ് റോഗസ്. ഇതും ഭയങ്കര ഹൈപ്പിഡ് പ്രോഡക്റ്റ്. അപ്പം കുറേ നാളായിട്ട് വിഷ് ലിസ്റ്റിലുള്ള, എന്തായാലും സാരമില്ല, നമ്മളെന്തിനാ, നമുക്ക് സാലറി കിട്ടുന്നു എന്നിട്ടും നമ്മളെന്തിനാ സാക്രിഫൈസ് ചെയ്യുന്നത്. കുറച്ച് നമ്മൾ സെൽഫ് കെയർ ചെയ്യാനുള്ള സമയമായി എന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഇതൊക്കെ വാങ്ങി. ഓക്കെ, അപ്പോൾ ഇതും ഇൻഫ്ലുവൻസ്ഡ് പ്രൊഡക്റ്റാണ്. എൻ്റെ ചാപ്പഡ് ലിപ്പ്, ഡ്രൈ സ്കിന്നായതുകൊണ്ട് ഓൾറെഡി അറിയില്ല. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തു. പക്ഷേ എനിക്കത് ചാപ്പഡ് ലിപ്സിന് വലിയ എഫക്റ്റ് ഉള്ള പോലെ തോന്നില്ല. ജസ്റ്റ് ഒരു ഗ്രീസി ലിപ് ബാം. എനിക്കറിയില്ല, ഞാൻ കൺസിസ്റ്റൻ്റ് ആയി യൂസ് ചെയ്യാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. ഓൾസോ ഇറ്റ്സ് ഇസ് വെരി സ്മോൾ ട്യൂബ് ഫോർ സച്ച് ആൻ ഹൈ പ്രൈസ്. സോ ഇറ്റ്സ് ഓവർ പ്രൈസ്ഡ്, ഐ തിങ്ക് സോ. പക്ഷെ കുറേ പേരുടെ ഫേവറേറ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണിത്. ഒരു ബെറി, നമ്മളെ ബൂമർ ചുയിങ്കത്തിൻ്റെ എല്ലാം ഒരു സ്മെല്ലാണ് ഇതിന്. പിന്നീട് ഇതൊരു റീപർച്ചേസ് ആണ്. ലാക്മി കൊക്കോ സോഫ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. നല്ലൊരു ഡെയിലി വിയർ ലിപ്സ്റ്റിക്. ലോങ് ലാസ്റ്റിക് ഒന്നുമല്ല, ട്രാൻസ്ഫർ പ്രൂഫും അല്ല, പക്ഷെ നല്ലൊരു ഷെയ്ഡാണ്. എൻ്റെ പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾക്ക് നോക്കാം. എൻ്റെ അതേ സ്കിൻ ടോണുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഷെയ്ഡെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ലാക്മി 925 ലിപ്സ്റ്റിക്ക്. പിന്നെ ഇത് ഈ ലനേജ് ലിപ് ബാമിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ ലനേജിൻ്റെ ഇത് ഞാൻ യൂസ് ചെയ്തില്ല. ലനേജ് ബൗൺസി ആൻഡ് ഫേം സ്ലീപ്പിംഗ് മാസ്ക് യൂസ് ചെയ്തില്ല. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടത് മോയ്സ്ചറൈസിങ് പോലത്തെ ഒരു പാക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാസ്ക് ആണ്, മോയ്സ്ചറൈസിങ് ക്രീമാണോ അതോ ജസ്റ്റ് പീൽ ഓഫ് മാസ്ക് പോലത്തെ മാസ്ക് ആണോ എന്ന് അറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് രാത്രി അല്ലെങ്കിൽ ഞാൻ ഇതുവരെ സ്കിൻ കെയർ റുട്ടീൻ റീസ്റ്റാർട്ട് ചെയ്തില്ല. എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ വിചാരിച്ചു, വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഒരു മോയ്സ്ചറൈസർ പോലത്തെ ഒരു സംഭവം തന്നെ. അപ്പം ഇത് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു ലിപ് ലൈനർ വാങ്ങിയിട്ടുണ്ട്. എന്നെ പോലത്തെ സ്കിന്നുള്ള ആൾക്കാർക്ക് ചില സമയം ചില ലിപ്സ്റ്റിക്ക് വാങ്ങി അബദ്ധമായി
വാഷ് ഔട്ട് ആയി പോവാറുണ്ട് പിഗ്മെന്റഡ് ലിപ്സ് ഉള്ളതാണെങ്കിൽ. അപ്പം അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ലിപ് ലൈനറാണ് ഇത്. സ്വിസ് ബ്യൂട്ടിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് എന്നാണ് ഷെയ്ഡിൻ്റെ ഒരു നെയിം ഉണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് 12. ഇത് അടിപൊളി നല്ല ഡാർക്ക് കളർ ബ്രൗൺ ആണ്. ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ് എനിക്ക് എല്ലാം സ്യൂട്ട് ആവുന്നത്. അഥവാ വാഷ് ഔട്ട് ആവുന്ന സ്കിൻ ടോൺ ആണെങ്കിൽ ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരു നല്ല ആ ഒരു ഏത് വാഷ് ഔട്ട് ആവുന്ന ഷെയ്ഡാണെങ്കിൽ വർക്ക് ആക്കാം നമുക്ക്. ഇപ്പം ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് തോന്നുന്നു ഡാർക്കസ്റ്റ് ലിപ് ഷെയ്ഡാണ്. ആ ഷെയ്ഡ് ഉള്ള ലിപ് ലൈനറാണിത്. നെക്സ്റ്റ് ലോറിയൽ പാരീസിൻ്റെ വേർത്ത് ഇറ്റ് ഇൻറ്റൻസ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. കളർ റിച്ച് ന്യൂഡ് ഇൻറ്റൻസ്. ഇത് നല്ലൊരു സാറ്റിൻ ഫിനിഷ് ലിപ്സ്റ്റിക്കാണ്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഒരു സ്മെല്ലൊക്കെ ഉണ്ട്, പക്ഷെ ഇത് ഭയങ്കര നല്ല സോഫ്റ്റാണ്. ഇതൊരു ആക്ച്വലി ഈ ലനേജിനെക്കാളും എനിക്ക് യൂസ്ഫുൾ ആയത് ഇതാണ്. കാരണം ഭയങ്കര നൗറിഷിങ് ആണ്. ഇതിൽ കാസ്റ്റർ ഓയിലും ഷിയ ബട്ടർ അങ്ങനെ കുറേ എന്തോ ഐറ്റംസ് ഓയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളെ ലിപ്പ് ഡ്രൈ ആണെങ്കിൽ അതൊന്ന് റിപ്പയർ ചെയ്യാനും നൗറിഷ് ചെയ്യാനും. അപ്പം ലിപ് ബാം ആയിട്ട് ടിൻറ്റഡ് ലിപ് ബാം പോലെ വേണമെങ്കിലും എന്നെ പോലത്തെ ഡ്രൈ ലിപ്സ് ഉള്ളവർക്ക് യൂസ് ചെയ്യാം. അപ്പം നല്ലൊരു സാറ്റിൻ ക്രീം ഫിനിഷ് ഉള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് ലോറിയലിൻ്റെ. ഇതൊക്കെ അപ്പം നല്ല ഓഫർ ഉള്ളതുകൊണ്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഐറ്റംസ്. അതിൻ്റെ കൂടെ എനിക്ക് ഫ്രീ ആയിട്ട് വന്നത് ഈ ഒരു നൈഗ വാണ്ടർലസ് ഡ്രീം ഓഫ് പാരീസ് എന്ന് പറഞ്ഞ പെർഫ്യൂമിൻ്റെ സാമ്പിളാണ്. ഇതും ഈ പറഞ്ഞ പോലെ ബൂമർ ചൂയിങ്കത്തിൻ്റെ ഒരു സ്മെല്ലാണ് എനിക്ക്. ബിഗ് ബബിളാണോ ബൂമറാണോ അറിയില്ല. ഒരു ചൂയിങ്കത്തിൻ്റെ സ്മെല്ല. ബെറീസ് ആണ്, ഷാമ്പെയിൻ ആൻഡ് ബെറീൻ്റെ നോട്ട്സ് ആണ് ഈ ഒരു ഇത്. പക്ഷെ എനിക്കിത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല. പക്ഷെ നല്ല കാമിങ് പെർഫ്യൂമാണിത്. കുറേ പേര് ഇൻസ്റ്റയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഭയങ്കര ഹൈപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതേപോലെ സാമ്പിൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ വലിയ ഒറിജിനൽ പ്രൊഡക്ട്സ് വാങ്ങും. ഫേസസ് കാനഡ കൊക്കോ ക്രഷ് ഷെയ്ഡും വാങ്ങിയിട്ടുണ്ട്. ആ കാര്യം പറയാൻ വിട്ടുപോയി. അടിപൊളി ഷെയ്ഡാണ്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്കിത് വാഷ് ഔട്ട് ചെയ്യുന്ന പോലെ തോന്നി. പക്ഷേ കുറച്ചൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അടിപൊളി ഷെയ്ഡാണിത്. എന്നെ പോലത്തെ ഡീപ്പ് സ്കിൻ ടോൺ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ ആക്ച്വലി ഈ ഷെയ്ഡ് ആദ്യം യൂസ് ചെയ്തു. പിന്നെ കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് വേറൊരു റെഡ് ഷെയ്ഡ് യൂസ് ചെയ്തു. ലിപ് ലൈനർ യൂസ് ചെയ്തു. അതിൻ്റെ മോള് ഡാസ്ലറിൻ്റെ DL025 എന്ന് പറഞ്ഞ ബ്രൗൺ ഷെയ്ഡും യൂസ് ചെയ്തു. അപ്പം ആ ഒരു ഷെയ്ഡ് ആണിപ്പം. അപ്പം ആരും ലിപ്സ്റ്റിക് ഷെയ്ഡ് ചോദിച്ചിട്ട് വരണ്ട, ഇത് ഒരു കോംബോ ആണ്. അപ്പം ഈ ഒരു കോംബോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെഡ് ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ അതൊരു ബ്രൗൺ ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ നൈക. ഇനി ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്കിൻ കെയർ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇതൊരു തംബ്നെയിലിന് വേണ്ടി. ഇതെങ്ങനെ തംബ്നെയിൽ റെഡി? അപ്പം എനിവേ ബൈ.